ഇന്ന് നമ്മൾ പെൺകുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നത് സാധാരണമെന്ന് കരുതുന്നു. പക്ഷേ ഒരിക്കൽ പെൺകുട്ടികളെ പഠിപ്പിക്കുന്നത് ഒരു കുറ്റമായിരുന്ന കാലമുണ്ടായിരുന്നു. 1831 മഹാരാഷ്ട്രയിലെ നൈഗാവിൽ ജനിച്ച ഒരു പെൺകുട്ടിയാണ് ഇന്ത്യയുടെ ചരിത്രം തന്നെ മാറ്റിയെഴുതിയത്. അവളുടെ പേര് സാവിത്രിബായി ഫുലെ. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട ആ കാലഘട്ടത്തിൽ പഠിക്കുക എന്നത് തന്നെ ഒരു വിപ്ലവമായിരുന്നു. വിവാഹശേഷം ഭർത്താവായ ജ്യോതിറാവു ഫുലെയുടെ പിന്തുണയോടെ സാവിത്രിബായി ആദ്യം പഠിച്ചു, പിന്നീട് പഠിപ്പിച്ചു. അങ്ങനെ ഇന്ത്യയിലെ ആദ്യ വനിതാ അധ്യാപികയായി അവൾ മാറി. എന്നാൽ അവളുടെ വഴി എളുപ്പമായിരുന്നില്ല. സ്കൂളിലേക്ക് നടക്കുമ്പോൾ അവളെ ആളുകൾ കല്ലെറിഞ്ഞു, ചളിയെറിഞ്ഞു, അവഹേളിച്ചു. എന്നിട്ടും അവൾ ഒരിക്കലും പിന്മാറിയില്ല. ഓരോ ദിവസവും ഒരധിക സാരി എടുത്താണ് അവൾ സ്കൂളിലേക്ക് പോയത്. മാറ്റാൻ വേണ്ടിയല്ല, മുന്നോട്ടു പോകാൻ. സാവിത്രിബായി ഒരധ്യാപിക മാത്രമായിരുന്നില്ല. വിധവകൾക്കായി അവൾ ആശ്രയ കേന്ദ്രങ്ങൾ തുറന്നു. അനാഥർക്കായി അവൾ ഒരു അമ്മയായി. ബാലവിവാഹത്തെയും സ്ത്രീ പീഡനത്തെയും അവൾ എതിർത്തു. ജാതി വ്യവസ്ഥയ്ക്കെതിരെ ഭയമില്ലാതെ സംസാരിച്ച ഒരു സ്ത്രീയായിരുന്നു അവൾ. ജ്യോതിറാവു ഫുലെയോടൊപ്പം പെൺകുട്ടികൾക്കും അടിച്ചമർത്തപ്പെട്ട സമൂഹങ്ങൾക്കും വേണ്ടി അവൾ നിരവധി സ്കൂളുകൾ സ്ഥാപിച്ചു. അവിടെ പഠിപ്പിച്ചത് അക്ഷരങ്ങൾ മാത്രമായിരുന്നില്ല, സ്വപ്നം കാണാൻ, ചിന്തിക്കാൻ, ചോദ്യം ചെയ്യാനുള്ള ധൈര്യമായിരുന്നു. 1897 പ്ലേഗ് പടർന്നപ്പോൾ സ്വന്തം ജീവൻ പോലും അവൾ വില കൊടുത്തില്ല. രോഗികളെ രക്ഷിക്കാൻ അവൾ മുന്നോട്ടുപോയി. അവിടെയാണ് അവളുടെ അവസാന യാത്ര തുടങ്ങിയത്. സാവിത്രിബായി ഫുലെ മരിച്ചുപോയത് ഒരു രോഗത്താലായിരിക്കാം. പക്ഷേ അവളുടെ ഓർമ്മകൾ ജീവിക്കുന്നത് ലക്ഷക്കണക്കിന് പെൺകുട്ടികളുടെ ഭാവിയിലാണ്. ഇന്നൊരു പെൺകുട്ടി പുസ്തകം തുറക്കുമ്പോൾ അവിടെ സാവിത്രിബായി ഫുലെയുടെ ത്യാഗവും ധൈര്യവും ചരിത്രവുമുണ്ട്. അവൾ ഒരു അധ്യാപികയായിരുന്നു, പക്ഷേ അവൾ എഴുതിയത് ഒരു പുതിയ ഇന്ത്യയുടെ തുടക്കമായിരുന്നു.